വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. വെളിവില്ലടിയാരഖില ധാരമത വെളിവും നീ കാന്ത്യാ ഞങ്ങള നീ താതൻ കതിരേശുഭിപ്പിക്കെന്നും. വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ വേണ്ട കഷ്ടത വീഴ്ചിൻ ദയുമടിയാ രീന്നൊഴിക്ക സൽക്രിയകൾക്കുമന ശുദ്ധ്യ സംഗതി വരണേ ഞങ്ങൾ. ഹാബീലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും അബ്രഹാം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് അൻപാലടിയാരേ കാക്കുക മോചനമതിനായി അന്വേഷിപ്പോൻ കൈക്കൊള്ളും. കർത്താവേ നിന്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചൂർ കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നിൽക്കണമവർ വലഭാഗത്തിൽ. നിൻ മാതാവ് വിശുദ്ധന്മാരിന്നിവതൻ പ്രാർത്ഥനയാ സ്വർഗപിതാവിന്നേകസുത വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതായി മൃതിരഹിത കാരുണ്യത്താൽ മർത്യൻ മാതൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലതു ശുചിയൻ ഇവയുള്ള മഹിമാവിയനും ദൈവജനത്രീ കന്യകയാമറിയാമിന്നും ഭീതമതന്നി മാനവനായി ക്രൂശിതനായ ഞങ്ങൾ കുടയോനാമശിഹ നിജമൃതിയാലിവതൻ മൃതിയെ മെതിച്ചു നിഹനീശോനെ അപരിപാലനദ്വൈക സുപിതാവോടൊപ്പം ജീവനെഴും
സഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയിലായിസൂൻ കുറിയേലായിസോൻ കുറിയേലായിസോൻ. പൗലോസ്ലിഹാധന്യം ചൊൽകട്ടെ നിദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിര വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരമുപദേശങ്ങളഹു പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം കൈക്കൊണ്ടവസാനിപ്പിപ്പോൻ ധന്യൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ് ബാർക്കുമോ. സ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്നും നാം വിശ്വാസത്താൽ അറിയുന്നു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിന്റെയും ഉത്തമയായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടു.
ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെട്ടതിനു മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവൻ ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശമായി തീർന്നു. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിനു ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനാവിന് തന്നെ പെരുപ്പത്തിലെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. ആഹായി ബാർക്കുമോ സ്തുതി ബലികളാണ് ശീറിടുയി കർത്തൃ പ്രാകാരി നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മദ്ബഹാമുൻപിൽ പാർക്കുമോർന്ന വണക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ദൈവത്തിന്റെ ജീവനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ ശിമിശിയുടെ പരിശുദ്ധൻ ലോകത്തിന് ജീവൻ രക്ഷയും പ്രഖ്യാപിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ മത്തായി സ്ലീഹായിൽ നിന്ന് ഒന്നിനും വരുവാനിക്കുന്നവനുമായ വാഴ്ത്തപ്പെടാനാവുന്നു. പ്രേക്ഷികായതിനെ ശിവന് സ്തുതികളും നാം എല്ലാം എഴുതുന്ന അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യമറിയാമെന്ന ശരീരം ധരിച്ച ജീവനുള്ള മകനും ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇപ്രകാരം സംഭവിച്ചു. നിങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഒരുവൻ യേശു തമ്പുരാന്റെ അടുത്തു വന്നവനോട്, നല്ലവനായ ഗുരു, എനിക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് ഞാൻ എന്താ നന്മയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. യേശു തമ്പുരാനവനോട്, നീ എന്നെ നല്ലവരെന്ന് വിളിക്കുന്നതെന്ത്? ദൈവം ഒരുവരല്ലാതെ നല്ലവരില്ല. ജീവനിൽ പ്രവേശിപ്പാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ ആയിരിക്കുക എന്ന് പറഞ്ഞു. അവൻ യേശു തമ്പുരാനോട് അവ ഏവായെന്ന് ചോദിച്ചതിന് യേശു തമ്പുരാൻ അവനോട്, നീ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, നിന്റെ പിതാവിനെ മാതാവിനെ ബഹുമാനിക്കണം, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നിവ തന്നെ പറഞ്ഞു. ആ യുവാവ് അവനോട്, ഇവയെല്ലാം എൻ്റെ ബാല്യകാലത്തിൽ തന്നെ ഞാൻ ആചരിച്ചു വരുന്നു, പിന്നെ എന്താണ് എനിക്കൊരു കുറവുള്ളത് എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവനോട്, പൂർണ്ണനാകുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിന്റെ സമ്പാദ്യം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ നീ എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. എന്നാൽ ആ യുവാവെ വളരെ സമ്പന്നനായിരുന്നുകൊണ്ട് ഈ വചനം കേട്ട് ദുഃഖിച്ചുകൊണ്ട് പോയി. യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ധനവാൻ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നത് പ്രയാസമാകുന്നുവെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു.
വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ ദൈവരാത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിൽ കൂടെ കടക്കുന്നതാകുന്നു. ശിഷ്യന്മാർ അത് കേട്ടപ്പോൾ എത്രയും വിസ്മയിച്ച്, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കുവാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരെ സൂക്ഷിച്ചു നോക്കിയിട്ട്, ഇത് മനുഷ്യർക്ക് കഴിയുന്നതല്ല, എങ്കിലും ദൈവത്തിനെ സകലവും കഴിയുമെന്ന് അരുളി ചെയ്തു. ശൈനാ Or Gregorius പണ്ഡിത വൈദ്യാരോഗർക്കായി സൗഖ്യമെതിട്ടിടുവാൻ അധികാരം തേ നൽകി വരൻ പാർത്ഥാനിന്നസ്തികളത്രേ ഞങ്ങൾക്ക് ഭയം. ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ. ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും. നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് കരുണയും മനോഗണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരയേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. സ്വന്തം ശരീരത്തിനെ താൻ തന്നെ പുരോഗതനായി തീർന്ന നിർമ്മല ബലിയും സ്ലീബായന്മേൽ സ്നേഹപൂർവ്വം സ്വയംഭരിക്കുകയും സ്വജാതികളെയും വിജാതികളെയും തന്നെ മരണത്താൽ രക്ഷിക്കുകയും ചെയ്ത അനുഗ്രഹീത കുഞ്ഞാടായ കർത്താവേ, നിനക്ക് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങളായി സൂക്ഷിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യ സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും ഈ വന്യപിതാവിന്റെ കൈകളാൽ കുതിരയ്ക്കും വഹിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ കൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും ഓർക്കാതിരിക്കുകയും ചെയ്തവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വത്തിന്റെ കാരുണ്യത്താൽ സിംഹങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനത്തിന്റെ പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ. ഉത്തമനായുള്ളോവേ, ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോരുടെയും മഹത്വമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ പ്രജകളാകുന്ന സകല വാങ്ങിപ്പോരുടെ ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാന്ന് അനുമഞ്ഞു തളിക്കണമേ. കർത്താവേ, മഹത്വത്തിന്റെ നാഥാമശിക തമ്പുരാനെ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നേരണമേ. ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങൾ നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോടികളെ ഞങ്ങൾ കരുണാപൂർവം തടുത്തു മാറ്റിക്കളയുമാറാകണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് നൽകുമാറാകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോശോ
വലിയവനും കരുണാസമ്പന്നനും സകലവും പൂർത്തീകരിക്കുന്നവനുമായ ദൈവമേ, ബലികളെ കൈക്കൊള്ളുന്നവനായ നീ നിന്റെ ജനകനെ സ്വയം ബലിയായി തീർന്നുവല്ലോ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ നിയോഗിച്ച പിതാവിനോട് നിന്റെ ബലിയർപ്പണം പോലെ ഞങ്ങളാ നീ സമീപിപ്പിച്ചു. വന്യങ്ങളും ജീവപ്രദങ്ങളുമാ നിന്റെ രഹസ്യങ്ങളെ വിശുദ്ധിയോടെ സ്വീകരിക്കത്തക്കവണ്ണം കൃപാപൂർവ്വം ഞങ്ങളുടെ ആത്മാക്കളെ ശരീരങ്ങളെ വിശദീകരിക്കുവാൻ വേണ്ടി ഈ സമയത്ത് ഞാൻ നിങ്ങളിലേക്ക് നോക്കി അപേക്ഷിക്കുന്നു. നീ ഞങ്ങൾക്ക് കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും വിശുദ്ധിയും ശുദ്ധീകരണം നൽകുന്നവനുമായിരിക്കണമേ. എന്റെ കർത്താവേ, ദിവ്യവും ബഹുമാന്യമായ ബലിയെ വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിന്റെയും പരിശുദ്ധരുടെയും കൃപ മൂലം തിരുസന്നിധിയിൽ ഇന്ന് വന്നേക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കായും നിന്നിലുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി നിർപ്രാപിച്ച ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളും നേതാക്കളും ഗുരുക്കന്മാരുമാരുടെ വീണ്ടെടുപ്പിനായി തീരുവാ നിനക്ക് പ്രസാദം തോന്നണമേ. ആയത് നിന്റെയും വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിന്റെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും കൃപയാൽ സാധ്യമാകുമാറാകണമേ. ഹോശ് വബുക്കൂലെ ശുശ്രൂഷകളെയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നാടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടെല്ലാങ്ങളിൽ നിന്ന് വന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ദാസനാകുന്ന ഞാൻ ഇപ്രകാരം ഉത്തരമായിട്ട് കീർത്തിച്ചു ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ റൂഹ പരിശുദ്ധനാകുന്നു. നമ്മുടെ ആത്മാക്കളുടെ മേൽ നമ്മുടെ മാതാപിതാക്കളുടെ മേലും സഹോദരി സഹോദരങ്ങളുടെ മേലും നേതാക്കളുടെ മേലും ഗുരുക്കന്മാരുടെ മേലും മരിച്ചുപോരുടെ മേലും പരിശുദ്ധ വിശ്വാസികളായ സാരവാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും രണ്ടു ലോകങ്ങളിൽ നിന്ന് വന്നേക്കും മനസ്സലിവ് തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായ തന്റെ ദാസന്റെ ധൂപകലശത്തെ താൻ ശുദ്ധീകരിക്കുന്നു. മറക്കുമോർ ദിവജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ഈ വന്യപിതാവിന്റെ പ്രാർത്ഥനയെ ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സ്ഥലത്തിന്റെയും സൃഷ്ടാവായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർലോകവും പിതാവിനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സ്ഥലവും താൻ മാത്രമായ ധർമ്മീശ്വരനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാര സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയൂസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടം അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം സ്രോതത്തിലേക്ക് കയറി തന്റെ പിതാവിനോടുവാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കും. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോട് പുറപ്പെട്ട് പിതാവിനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദ്വീന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള റൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ
ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെ മാമോദീസ ഒരിക്കൽ മാത്രമാ നിങ്ങളെ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. യാചിക്കേണ്ടും സമയമേതാ മോചിക്കും നാഴിക ഇതുതാൻ. ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാസമയം. ഇന്നിപ്പോൾ ശ്രേഷ്ഠാചാര്യൻ പ്രിയരീതു കരുണായുടെയും അലിവിൻ്റെയും സമയം താൻ. സത്യാസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താൻ. നാഥാ കൃപ ചെയ്തിടണമേ, നാഥാ കൃപ ചെയ്യുക കനിവാൽ. നാഥാ ഉത്തരമരുളീശേ അടിയാരോടു കൃപ ചെയ്യണമേ. ബാറക്കുമോൻ സ്തൗമിൻ ഗാലോസ് കർത്താവേ, സമയത്തെ സ്നേഹോയ്ക്കും പരിപൂർണ്ണ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്നിവ എന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമരത്താൻ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ബാറക്കുമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, നിന്റെ തിരുവൻപാകുന്നു. കർത്താവേ, അനശ്വരമായ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. നിന്റെ ഏകജാതന്റെയും പരിശുദ്ധനുമായിട്ട് ദൃവിട്ടം നിറവേറ്റുവാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഹോശോ കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ബലിമുഖാന്തരം സകല ശുദ്ധ വിചാരങ്ങളെ ഞങ്ങൾ ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ.
ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. പാർക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ഈ വന്യപിതാവിന്റെ കൈകളാൽ നമ്മുടെ മുൻപാകെ വഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെയും ഇടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണയ്ക്കുന്നു. ഈ കുർബാനാനുഗ്രഹങ്ങളും സമാധാനവും വിലയും സ്തുതിയുമാകുന്നു. പിതാവാ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാ ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാനിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളെല്ലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭക്തിയോടുകൂടി കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഭക്തിയോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, എതിർമുൻപാകെ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മോത്തപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളും ഭക്തന്മാരോട് ഒരുമിച്ച് തൃത്വസ്തുതികളാ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ അനുഭവിപ്പാൻ തയ്യാറായപ്പോൾ തന്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി പാർക്കുമോ ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവേൻ. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു ഇത്. ഞാൻ വരുന്നതുവരെ അപ്രകാരം തന്നെ കാസായ്താൻ എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി പാർക്കുമോ ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും ഇത് വാങ്ങിപ്പാനം ചെയ്യുവിൻ. നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു ഇത്.
ഞാൻ വരുന്നത് വരെ എന്റെ ഓർമ്മയ്ക്കായി പ്രകാരം നിങ്ങൾ ചെയ്യുവീനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവ് തന്റെ പരിശുദ്ധ സ്ലീഹന്മാരെ ഈ രഹസ്യങ്ങളെ ഫലമേൽപ്പിച്ചു. ആദാമോ ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും ഞങ്ങൾ ഏറ്റുപറയുകയും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ മനുഷ്യാവതാരത്തിൽ സർവരക്ഷാ പ്രവർത്തനങ്ങളെ നിന്റെ സഭയോർക്കുന്നു. ഓരോരുവനും അവനവന്റെ പ്രവൃത്തിക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന പ്രവചനകവാദിന്റെ പുനരാഗമനത്തെ അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തിരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാൻ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാൻ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പാർക്കുമോറിന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. ഞങ്ങളെല്ലാവരുടെ സമാധാനവും ഞങ്ങളെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടായിരിക്കണമേ. അനിന്നോറിയോ കർത്താവേ, എന്നോട് ഉത്തരമരുളിതേതോ നീ എന്റെ മേൽ കരുണ ചെയ്യണമേ. കുരിയലായിസോൻ കുരിയലായിസോൻ കുരിയലായിസോൻ. ആവസിച്ച് ഈയപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ ശരീരവും ആക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ കാസായെ പുതിയ നിയമത്തിന്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ രക്തവും ആക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ, ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും കടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും തന്മൂലം നിത്യജനാവകാശികളാവുകയും ചെയ്യണമേ. അവർ നിനക്ക് നിരേകയാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്നും എന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോശോ ബാറഖ്യമോർ ഇന്ന് ഈ ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളിലുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രിയർക്കീസ്റ്റന്മാരായ ബോന്മാർ ഇഗ്നാത്തിയോസിനു വേണ്ടിയും ആബോന്മാർ ബെസേലിയോസിനു വേണ്ടിയും ആബോന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ നീവിതാവിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്കു വേണ്ടിയും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലേടയന്മാർക്ക് ഉത്തമവും പ്രശാന്തമായ വാർദ്ധക്യവും നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാർ അതിൽ എഴുന്നേൽപ്പിക്കണമേ.
ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബുക്കുലെ ബാർക്കുമോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളാപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിൽ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരനും ബലഹീനരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞെരുക്കത്തിലും രോഗത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങൾ അയച്ചു കൊടുക്കണമേ. അവരെയും അവർക്ക് സഹായത്തിന്റെ കൈ നീട്ടുന്നവരെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബുക്കുലെ ബാറയ്ക്കുമോർ 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസം നേതൃപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സ്ഥല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹവും സുഹൃത്തുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ശത്രുവിനെ ഒരാഴ്ചയെ ഞങ്ങൾ നീക്കളയണമേ. കരുണയില്ലാത്ത അധിപന്മാരുടെ കൈകൾ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബുക്കുലെ ബാർക്കുമോർ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാവിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോട് കൂടെ പരിശുദ്ധന്മാരായ നിവിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീയന്മാരെയും എവങ്കേലിയോസ്തന്മാരെയും സഹോദയന്മാരെയും ഔദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനും മുന്നോട്ടക്കാരനുമായ മാർ യോഹാനവും മഗ്ദാനായും ഷമാശന്മാർ പ്രധാനിയും സഹോദയന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്തുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലേയന്മാർ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ കാവൽ പിതാവായ മർത്തോമാ സ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് ഓട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധരുടെ മാർശങ്ങൾ ഞങ്ങളെ നീ സംരക്ഷിച്ചു കൊള്ളണമേ. അവരുടെ അണികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. അവരോട് ചേർന്ന ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബുക്കുലെ ബാറിക്കുമോർ ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചെന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻപ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായിലും കുസ്തന്തീനോപോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതു സുന്നകദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊസ്ലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹതായുമായ യാക്കോബും ഇന്യാത്യോസും ക്ലീമീസും ദിവന്യാസ്യോസും അത്താന്യാസ്യോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തിമോത്തിയോസും പീലക്സീനോസും അന്തീമോസും യാവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും
സത്യവാൻ ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയർക്കിസ്മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാമാർ യാക്കോബ് ബുർദാനായും മാർ അപ്രേമും മാർ യാക്കോബും മാർ ഇസഹാക്കും മാർ ബാലായിയും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസോമായും മാർ ശമോന്തുസ്തുനിയും തെരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോ മാർ ബസേലിയോസും മലങ്കരയിലെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവന്യാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ ശേഷമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസം ഞങ്ങളെ നികാത്തുള്ളണമേ. വിശ്വാസത്തിൽ വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമായി ഞങ്ങളെ നീയാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറായണമേ. ബാർഖ്യമോർ അരുവികളുടെയും സകല ജഡങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്രപ്രാപിച്ച് വിശ്രമിച്ച അടുക്കൽ വന്നുയർന്നവരായ ഈ പരിശുദ്ധ മധുവായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ അരുവുകളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടുവനായ നമ്മുടെ ദൈവമായ മശിഹാതമ്പുരാനോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാവമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ നാട്ടോസിച്ചു പറയണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. കർത്താവേ, കരുണയോടെ ഞങ്ങളുടെ പരേതരെ കടാക്ഷിച്ച് അവരുടെ കടങ്ങളെ പരിഹരിക്കുകയും തെറ്റുകളെ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാ നിന്റെ ഏകപുത്രന്റെ ശരീരരക്തങ്ങൾ അവരുടെ അവയങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും ഭാവനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സദവിശ്വാസത്തോടുകൂടി ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെ നീ ആശ്വസിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോടാതെയും അരവോടാതെയും നിന്റെ മുമ്പിൽ ഞങ്ങളോരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോരുടെ അപരാധങ്ങൾ ഓർക്കരുതേ. ഞങ്ങളെയും അവരെയും ക്രിസ്ത്യാന്തത്തിന് അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമാ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ ശിമിശിഹായോടെ നിന്റെ പരിശ്രമാണും കൂടെ സകലത്തിലെന്ന പോലെ ഈ കുർബാന വഴിയായി മാത്തപ്പെടുകയും പോഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. പ്രാർത്ഥനയിരിക്കുകയും തലമുറയും ലോകാലോകളോളം ചെയ്യുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോ
നിൻ വാതിൽ ഹാലേലൂയ ഹാലേലൂയ മുട്ടുന്നു ദാസനാദം ബാരക്കുമോർക്കു റിയലൈസു. അലിവോടു ശേഷേ ചടിയാരേ ഹാലേലൂയ ഹാലേലൂയ ഹരിശം നീക്കി കാക്കണമേ ബാരക്കുമോർക്കു റിയലൈസു. നിന്നെ വിളിക്കും നേനാഥ ഹാലേലൂയ ഹാലേലൂയ നിന്നുദവിക്കായി ബലഹീന ബാരക്കുമോർക്കു റിയലൈസു. നല്ലവനേക്കാ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മഴ നൽകുന്നവനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ അതിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കർത്തൃ പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ സ്വർഗസ്ഥന ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥന ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടം സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാവങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ആദർശനം ഞങ്ങളെ രക്ഷിക്കണമേ. എന്നുള്ള രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, ദുഷ്ടനും എല്ലാവിധ നിയമലംഘനവും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും ഭോഷത്വങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞങ്ങൾക്ക് നീ പാപപരിഹാരകനായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോശബ് വബ്കുല സുബാലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പാർക്കുമോ അണയ്ക്കപ്പെട്ട വിശുദ്ധങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശരീരക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ജനങ്ങളെ, നിന്റെ ഇടവേലാടുകളെ വലത് ആസിപ്പിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരദേഹികളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോശബ് വബ്കുല സുബാലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭവും അനാദന്തവും വന്യവും സാരാംശം ഒന്നായിരിക്കുന്നതായ തൃത്വത്തിന്റെ കൃപയാനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പാർക്കുമോർ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ചുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനുള്ളതുമായ സ്ഥലത്തെ പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുധന്മാരായിടുവാൻ ആയുഷ്കാലേ പഠിപ്പിച്ചതാതന്മാരെ ഓർക്കേണം. പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വതരാജേ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീവരൊപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേകിടും. മൊറിയൂരാഹി മലൈനു ആദാരേ.
സ്തുതിയൊടു രാജമകൾ ഹാലേലൂയ ഹാലേലൂയ നിൻ വലമായി രാജഭാമിനിയും നിന്നഴകരശൻ മോഹിവാൻ ഹാലേലുയായു ഹാലേലുയാ നിൻ ജനമൂർക്കായിക മൃദുഗൃഹവും ബാരക്കുമോ ബോല ബ്രവൽ റൂഹു ഖദീശം മോലം വാദാമിൻ മോലം വൽമീനാമി നിർപുകഴ്ച ഭാജനമേ നിലുദീശൂരികുസുധൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയണക്കീണം സ്തൗമൻ കാലുസ്കുറിയിലായിസോ മറിയാമിൻ സ്മരണം വരദായകമാകാതൽ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനുകോട്ട ബാരക്കുമോ ബോല ബ്രവൽ റൂഹു ഖദീശം ദൈവപ്രസവിത്രീ കന്യകമറിയാമിൻ ഉയരും നോയാറിൽ സുഖപരിമളധൂപം മൊറിയോരാഹിമാലൈനുവാദാരേ ഇടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ളതനായി ഞങ്ങളിലാദ്രത തോന്നിടാൻ ഏകാത്മജനോട് തീക്കാം ഇതിമാൻ പനപോലെ നിലത്തിഴുമേ ഹാലേലൂയ വളരുമവല്ലവനാൻ കാരകിൽ പാൽ ും അവതലരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർ പുഷ്ടികളും പാറയ്ക്കുമോ ബോല ബ്രവൽ റൂഹു ഖദീശം മെൻവോലം വാദാമിൻവോലം വൽമീനാമിൻ ഒരുപാലിംഗന്മാർ പത്രോസ് പൗലോസ് തോമാസ് ലീഹന്മാരെ ഉണ്ടേമേലും നിന്നോർമ്മ ഉദകണമേ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനീശോർക്ക സൗമൻ കാലുസ്കുറിയിലായിസോ പ്രാർത്ഥനയിൽ സമയമിതെല്ലാം ബാസേലിയോസ് ഗ്രിഗോറിയോസ് ദിവന്നാസ്യോസ് പദവീൻ പാടി നീൻ കൂട്ട തലയായി പ്രാർത്ഥിക്ക ഇമ്പമെഴു നീൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നീൻ ആടുകളെ മോശേ പോതൃ കൈവാഴ്ത്തേണം ബാരക്കുമോ നിന്നരിച്ചൊരു ദാതരം മാർയാക്കോബ് ബുർദോനോമാർ ദിവന്നാസ്യോസ് ബാർസ്ലീബി പതിവിൻ നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം നിന്നെ മുടിച്ചൂടിയിടുന്ന റൂഹാവന്നിൻ നിൻ പ്രാർത്ഥന കൃപയേറ്റി ഞങ്ങൾക്കെന്നും മൊറിയൂറാഹിമാലൈനു ആധാരേ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളായും തൻ കോപത്തിൽ വടികളായും വായിച്ചിടാൻ പുത്രനും പരിശുദ്ധമായ മാസത്തിൽ തനിക്ക് സ്തുതി. അതുപോലെ നീക്ക് തന്നെ ആമേൻ. മാത്തപ്പെടട്ടെ. സുന്ദരായ വൈദികരെ, പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ നോമ്പിലേക്ക് സഭ പ്രവേശിക്കുന്ന സമയങ്ങളാണല്ലോ ഇപ്പോൾ. നമ്മൾ കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളിനനുബന്ധിച്ചുള്ള മനോഹരമായ ഒരു നോമ്പിലേക്കുള്ള പ്രവേശമാണ്. യേശുതമ്പുരാന്റെ വരവിനു വേണ്ടി പ്രവാചകന്മാർ കാത്തിരുന്നതുപോലെ നമ്മൾ ഓരോരുത്തരിലും കർത്താവ് കൃത്യമായി ജനിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളായി നാം ഈ നോമ്പിൻ്റെ ദിവസങ്ങളെ കാണുക എന്നതാണ് പ്രധാനമായും ഉള്ളത്.
ഈ ആഴ്ചകളെല്ലാം വായിക്കുന്ന വേദഭാഗങ്ങൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഉള്ള ഒരുക്ക വേദഭാഗങ്ങളാണ്. സക്കറിയാവിനോടുള്ള അറിയിപ്പിൻ്റെയും പരിശുദ്ധ ദൈവമാതാവിനുള്ള അറിയിപ്പിൻ്റെയും മറിയാമിൻ്റെ എലിസബാരുടെ അടുക്കിലേക്കുള്ള യാത്രയുടെയും യോഹന്നാൻ്റെ ജനനത്തിൻ്റെയും യൗസേപ്പിനോടുള്ള വെളിപാടിൻ്റെയും ഒക്കെ ഞായറാഴ്ചകളാണ്. ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ സഭ ക്രമീകരിച്ചിരിക്കുന്നത്. യേശുദമ്പുരാന്റെ വരവിന് മുന്നോടിയായി നടന്ന സംഭവങ്ങളെല്ലാം കൃത്യമായി അനുസ്മരിക്കുക എന്നതാണ് പ്രധാനമായും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് 2 വലിയ പിതാക്കന്മാരെ പ്രത്യേകമായിട്ട് സഭ ഓർക്കുന്നുണ്ട്. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മാർ യാക്കോബ് ബുർദാന എന്ന് വിളിക്കപ്പെടുന്ന പിതാവിനെയും 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മാർ ദീവന്നാസ്യോസ് ബാർസലിബി എന്ന് വിളിക്കപ്പെടുന്ന പിതാവിനെയും, ഈ 2 പേരും അതാത് കാലഘട്ടങ്ങളിൽ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളെ ഉറപ്പിച്ച പിതാക്കന്മാരാണ്. ഓർത്തഡോക്സ് സഭയെ ചിലരെങ്കിലും കളിയാക്കി യാക്കോബായ സഭ എന്ന് വിളിക്കാറുണ്ട്. ആ യാക്കോബായ സഭ എന്ന പേര് നമുക്ക് ലഭിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യാക്കോബ് ബുർദാനയാണ്. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യാക്കോബ് ബുർദാന ഉണ്ടാക്കിയ ഒരു സഭയാണ് നമ്മുടേത് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ചിലർ കളിയാക്കി വിളിച്ചതാണ്. പക്ഷേ നമ്മുടെ സഭ പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയാണ്. കേരളത്തിൽ അത് സ്ഥാപിച്ചത് പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹയാണ്. സുറിയാനി സഭയെ അന്ത്യോക്യയിൽ സ്ഥാപിച്ചത് പരിശുദ്ധനായ മാർ പത്രോസ് ശ്ലീഹായും പൗലോസ് ശ്ലീഹായും ഒക്കെയാണ്. ശ്ലൈഹിക സഭകളാണ് സുറിയാനി സഭകൾ എന്നത് വളരെ വ്യക്തമാണ്. നമ്മുടെ നാട്ടിലിപ്പം നമ്മുടെ സഹോദരങ്ങൾ അതിനെ അവരുടെ ഓമനപ്പേരായി സ്വയം സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനൊരു ഗുണം ഉണ്ട് യാക്കോബായ സഭ എന്നത്. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പിതാവിനെ ഓർക്കുന്നതിന് വേണ്ടി അത് നല്ലതാണെങ്കിലും ചരിത്രപരമായി നോക്കുമ്പോൾ അത് ശരിയായ ഒരു രീതിയല്ല എന്നത് വളരെ വ്യക്തമാണ്. പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച സഭയ്ക്ക് മാർത്തോമായുടെ മക്കളെന്ന നിലയിൽ ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നല്ലാതെ മറ്റൊരു പേര് വിളിക്കുന്നത് ശരിയല്ല എന്നതാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റുള്ളവർ കളിയാക്കി വിളിക്കുന്നതിനെ നമ്മൾ സ്വീകരിക്കേണ്ടി വന്നാൽ അതൊരു സുഖകരമായ പരിപാടിയല്ല എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ. പക്ഷെ യാക്കോബ് ബുർദാന എന്ന പിതാവ് അതിപ്രഗത്ഭനായിരുന്നു. മലങ്കർ സുറിയാനി സഭയ്ക്ക് ഒരു വീഴ്ച സംഭവിക്കുന്നു കണ്ടപ്പോൾ, സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾ തകരുന്നു എന്ന് കണ്ടപ്പോൾ, സഭാമക്കൾ നാഥനില്ലാതെ മുന്നോട്ട് പോകുന്നെന്ന് കണ്ടപ്പോൾ, രാജാക്കന്മാരും ഭരണാധികാരികളും ഒക്കെ സഭയ്ക്ക് എതിരായി നിൽക്കുന്നെന്ന് കണ്ടപ്പോൾ വളരെ ശക്തമായി സഭാമക്കളെ ഉദ്ധരിച്ചു നിർത്തി സഭയുടെ വിശ്വാസം കാത്തു പരിപാലിക്കുവാനായിട്ട് ദൈവം നിയോഗിച്ച പിതാവാണ് മാർ യാക്കോബ് ബുർദാന. ബുർദാന എന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ വേഷത്തെ സൂചിപ്പിക്കുന്നതാണ്. ചാക്കുധാരിയായി തോലുകൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് സഭയുടെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് സഭാമക്കളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും അതിനുവേണ്ടിയുള്ളതായ പുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരെയും പട്ടം കൊടുത്ത് നിലനിർത്തുകയും സഭയ്ക്ക് ജീവൻ നൽകുകയും ചെയ്തൊരു പിതാവാണ് മാർ യാക്കോബ് ബുർദാന. യേശുക്രിസ്തു ഏകദൈവമാണ്. യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ ഏകദൈവമാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞതായ അലക്സാണ്ട്രിയയിലെ മാർ കൂറിലോസിന്റെയും അലക്സാണ്ട്രിയയിലെ മാർ ദിയസ്കോറോസിന്റെയും അലക്സാണ്ട്രിയയിലെ മാർ തീമോഥിയോസിന്റെയും മാബൂക്കിലെ മാർ ഫിലക്സിനോസിന്റെയും അന്ത്യോക്യയിലെ മാർ സേവേറിയോസിന്റെയും ഒക്കെ പിൻഗാമിയായി ശക്തനായി എഴുന്നേറ്റു വന്ന ഒരു നല്ല പിതാവാണ് മാർ യാക്കോബ് ബുർദാന. അങ്ങനെ ഉള്ള ഒരു പിതാവിന്റെ പേര് സ്വീകരിക്കുന്നത് നമുക്ക് സന്തോഷമാണ്. പക്ഷേ ചരിത്രത്തെ വളച്ചൊടിക്കുവാനായി
അങ്ങനെയുള്ള പേരുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പവുമാണ് എന്നാണ് ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചത്. മാർ ദീവന്നാസ്യോസ് ബർസലീബി 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചൊരു പിതാവാണ്. യാക്കോബ് പ്രധാനയുടെ പിൻഗാമി എന്ന നിലയിൽ തന്നെ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളെ ഉറപ്പിച്ചു നിർത്തി, പ്രത്യേകിച്ച് സഭാമക്കളെ ആരാധനയിൽ പരിപുഷ്ടരാക്കി നിർത്തി. ഇന്ന് ഇവിടെ വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് കാർമികരായ ഞങ്ങളൊന്ന് ഉപയോഗിച്ച തക്സ മാർ ദീവന്നാസ്യോസ് ബർസലീബിയുടെ അന്നഫറയാണ്. അദ്ദേഹം രചിച്ചു നൽകിയ ഒരു അന്നഫറയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം അത് വെച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നത് നമ്മുടെ നിയോഗമാണ് എന്നതുകൊണ്ടാണ് മാർ ദീവന്നാസ്യോസ് ബർസലീബിയുടെ തക്സ എടുത്ത് വിശുദ്ധ കുർബാനയിൽ വിശ്വാസികളെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കുന്നുവെങ്കിലും ഓരോരുത്തർക്കും പല തക്സാകളുള്ളതിൽ ഒരു തക്സായാണ്. ഏകദേശം 100-ലധികം തക്സാകൾ, 84 തക്സാകൾ തന്നെ കൃത്യമായി അതിന്റെ മാനുസ്ക്രിപ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ തന്നെ ഏകദേശം 10-15-ലധികം തക്സാകൾ മലയാളത്തിലേക്ക് തർജിമ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു തക്സയാണ് മാർ ദീവന്നാസ്യോസ് ബർസലീബിയുടെ തക്സ. ആരാധനാപരമായി നമ്മെ ഉറപ്പിച്ചു നിർത്തിയ ഒരു പിതാവാണ് മാർ ദീവന്നാസ്യോസ് ബർസലീബി. ഈ 2 പിതാക്കന്മാരെയും മനോഹരമായി നാം അനുസ്മരിക്കണം. അവർക്ക് വേണ്ടി ദൈവത്തോട് നന്ദി പറയണം. സഭാപിതാക്കന്മാർ നമ്മെ തങ്ങളുടെ ജീവിതം വെച്ച് നയിച്ചതുകൊണ്ടാണ് നാം ഒക്കെ ഇന്ന് സഭാമക്കളായി തുടരുന്നത്. അവരുടെ ജീവിത കാലഘട്ടം പ്രതിസന്ധികളുടെ കാലഘട്ടമായിരുന്നു. പക്ഷെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് സഭാമക്കളെ സത്യവിശ്വാസത്തിലും ആരാധനയിൽ നിലനിർത്തുവാനായിട്ട് ഈ പിതാക്കന്മാർക്ക് സാധ്യമായി എന്നതാണ്. സർവ്വം ഉപേക്ഷിച്ച് അവർ ദൈവത്തിന് വേണ്ടിയും കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി ജീവിച്ചു എന്നതാണ്. ഇന്ന് വായിച്ച വിശുദ്ധ വേദഭാഗം പരിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16 മുതലുള്ള ഭാഗങ്ങളാണ്. പിതാക്കന്മാരെ അനുസ്മരിക്കുമ്പോൾ വായനയ്ക്കായി ക്രമീകരിച്ച് നൽകിയിരിക്കുന്ന ഒരു വേദഭാഗമാണ്. കർത്താവിനെ അനുഗമിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലുള്ള ഒന്നിനോടും കൂടുതൽ മമത കാണിച്ച് ജീവിക്കാനായിട്ട് അനുവാദമില്ല, ഒക്കുകയില്ല എന്ന് കർത്താവ് വളരെ ശക്തമായി പറയുകയാണ്. ഒരു മനുഷ്യൻ വന്ന് കർത്താവിനെ പരീക്ഷിക്കുവാനായി കർത്താവിനോട് നല്ലവനായ ഗുരു എന്ന് വിളിച്ച് ഒന്ന് പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അതിനെ കർത്താവ് വെട്ടി ദൂരെ കളഞ്ഞു. അതിനുശേഷം നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നീ തന്നിരിക്കുന്ന കൽപ്പനകളൊക്കെ അങ്ങ് പാലിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി അതെല്ലാം കൂടെ കർത്താവ് അങ്ങ് പറഞ്ഞു കൊടുത്തു. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, ഇങ്ങനെയുള്ള 10 കൽപ്പനയുള്ള ഭാഗങ്ങൾ കർത്താവ് കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഉടനെ അവന്റെ മറുപടി, പിന്നെ ഇതൊക്കെ ഞാൻ എത്ര നാളുകൊണ്ടേ ചെയ്യുന്നതാണ്, ബാലബാലികയായിരിക്കുന്ന കാലം മുതലേ ചെയ്യുന്ന, നമ്മളൊക്കെ പറയുന്ന അതേ മറുപടിയാ അവനും പറഞ്ഞത്. പക്ഷേ കർത്താവ് ഉന്നം വെച്ചൊരു ചോദ്യം ഇട്ടു. എന്താണ് ആ ചോദ്യം? അങ്ങനെയാണെങ്കിൽ ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ എന്റെ പിന്നാലെ വരുക. ഇത് കേട്ട ഈജിപ്തിലെ പിതാവായ മാർ അന്തോണിയോസ് ആണ് മലങ്കര ക്രൈസ്തവ സഭയിൽ സന്യാസ ജീവിതം ആരംഭിച്ചത് എന്ന് നമ്മുടെ ചരിത്രം പറയുന്നുണ്ട്. അന്തോണിയോസിന്റെ സന്യാസ ജീവിത ചരിത്രം അങ്ങനെയാണ്. സഭയിൽ ഏകാഗികളായി സന്യാസിമാരായി ജീവിക്കുവാനായി സഭാമക്കളെ പ്രേരിപ്പിച്ചൊരു പിതാവാണ് മാർ അന്തോണിയോസ്. അങ്ങനെയുള്ള പിതാവ് ദേവാലയത്തിൽ ആരാധനയ്ക്കായി ഒരു ബാലനായി നിൽക്കുമ്പോൾ ഈ വേദഭാഗം കേട്ടതിന്റെ വെളിച്ചത്തിലാണ് തനിക്കുള്ളത് മുഴുവൻ പോയി വിറ്റിട്ട് തന്റെ സഹോദരിക്ക് വേണ്ടി അല്പം മാറ്റിവെച്ച് ബാക്കിയുള്ളതെല്ലാം ദരിദ്രർക്ക് കൊടുത്തിട്ട് ദൈവത്തിന്റെ പിന്നാലെ പോയത്. ഇവിടെ കഥാപുരുഷൻ അങ്ങനെ ചെയ്തില്ല. അവൻ ഒരുപാട് സ്വത്തുള്ളവനായതുകൊണ്ട് കർത്താവ് പറഞ്ഞത് കേട്ടിട്ട് അനങ്ങാതെ അങ്ങ് പോയി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ധനവാൻ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് എളുപ്പമല്ല. ഞാൻ ഇന്ന് പേര് പറഞ്ഞ പിതാക്കന്മാരെല്ലാവരും വളരെ ധനവാന്മാരായിരുന്നു. മാർ യാക്കോബ് ബുർദാനായും മാർ ദീവന്നാസ്യോസ് ബർസലീബിയും മാർ അന്തോണിയോസും ഒക്കെ ധനവാന്മാരായിരുന്നു. പക്ഷേ കർത്താവിന്റെ വചനം കേട്ട് കർത്താവിന്റെ കൽപ്പനകൾ പാലിച്ച് തങ്ങളുടെ ഭൗതിക സ്വത്തുക്കൾ മുഴുവനും മാറ്റിവെച്ച് മറ്റുള്ളവർക്കായി ദാനം ചെയ്ത് ദൈവത്തിന്റെ പിന്നാലെ പോയി കർത്താവിന്റെ സഭയെ ഉദ്ധരിച്ചു നിർത്തിയ പിതാക്കന്മാരാണ് ഇവരെന്ന് നാം മനസ്സിലാക്കണം. ഇത് അവർക്ക് മാത്രമുള്ള നിയോഗമല്ല, എനിക്കും നിങ്ങൾക്കുമുള്ള നിയോഗമാണെന്ന് മനസ്സിലാക്കണം. ഒരുപാട് കെട്ടിപ്പിടിച്ച് വെക്കരുത്.
ദൈവത്തിന് കൊടുക്കണം, സഭയ്ക്ക് നൽകണം, ദരിദ്രർക്ക് നൽകണം. അങ്ങനെയുള്ള ജീവിതത്തെ കൃത്യമായി ക്രമീകരിച്ചു പോകുന്ന ദൈവമക്കളായി ഞാൻ നിങ്ങൾ മാറിയാൽ മാത്രമേ സഭയ്ക്ക് ജീവനുണ്ടാകൂ, നമുക്ക് ജീവനുണ്ടാകുകയുള്ളൂ. ദൈവം തമ്പുരാൻ ഈ പിതാക്കന്മാരെ അനുസ്മരിക്കുമ്പോൾ അവരുടെ ജീവിതപാത പിന്തുടരുവാനും അനുഗ്രഹീതരായി വളരുവാനും നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ. ദൈവം തമ്പുരാൻ നമ്മെ വാഴ്ത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മഹിമേ നിന്നവാന്മാരും ഹാലേലുയ ഹാലേലുയ നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലി ലൂയോ ഹാലി ലൂയ എന്ന അമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ സാക്ഷിയും ബാർക്കുമോ മെൻവോലം വാധാമെൻവോലം വൽമീനമിൻ സ്പർശിച്ചുള്ള ഭാഗങ്ങൾ പൂക്കുധ്യാനദ്വാരങ്ങൾ വാനവറുത്തു വസിക്കണം സൗമൻ കാലുസ് കുറിയിലായിസു സ്നേഹാശ്രുശ്രൂഷിച്ചൂരാം വൈദികരെ പിഞ്ചെല്ലും വൻ നീരിന്മാർ ദേവാകാരി ബാറക്കുമോ ഭംഗ്യാ ദൈവസുധാനിൻ ശുശ്രൂഷിച്ചൊരു വൈദികരെ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. മെൻവോലം വാധാമിൻവോലം വൽമീനാമിൻ കൃപയിൽ ജീവാസ്വരമതുണർത്തണമേ കബറിനുദ്യാനത്തിനായി സ്തൗമൻ കാലോസ് കുറിയേലായിസു ഉയരേകുന്നോൻ രാജാരത്തിൽ ചെയ്തിടുന്നു ബാറക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്ത പാതാളത്തിൽ പോകാനായി വിട ഞാൻ എന്നും അവൻ മരമാതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം ധൃദ്വതേ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവർ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ,
കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ. രക്ഷകനോരാ ചെയ്ത രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ. ഗാത്രം ഭക്ഷണമാം രുതിരം കാസായ അവ കൈക്കൊള്ളുവാനിൽ വാസം ചെയ്യും ഞാൻ. നേടാൻ പുണ്യമേഴോ താവകഗാത്രത്താൽ പരിഹാരം നേടി നിശ്ചയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ. അന്ത്യദിനെ ഞങ്ങൾ വിധിയേറ്റിടരും തവ രക്തങ്ങൾ ഉൾക്കൊണ്ടോർ ഞങ്ങൾ വിധിയും ദണ്ഡനവും നേടരുതേ നാഥ. ആശാരം തന്നധീന വിധിയിൽ നാഥ ചേർക്കരുതേ അംഗങ്ങളിലവയെ നിക്ഷേപിക്കുകയാൽ ഉയരുകിയ നാഥ വന്നേക്കും നടിയാൻ സത്യം കാക്കുന്നോ രുത്തമവിധേനാഥ കടമെല്ലാം പോക്കി വിധിയൊഴിവാക്കണമേ. ബാർക്കുമോ ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിപ്പാനും പാപപരിഹാരം നൽകുന്ന നിന്റെ രക്തം പാനം ചെയ്യുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവും നീക്കും ദൈവമേ,
നിന്റെ തിരുവിഷ്ടത്തെ പ്രസാദിച്ചിട്ടുള്ള സകലരോടും കൂടെ സ്വർഗരാജ്യത്തിന് ഞങ്ങൾ അവകാശികളായി തീരണമേ. ആമീൻ. ഹാലേലുയോ ഹാലേലുയോ ഹാലേലുയ ഹാലേലുയോ ഹാലേലുയ കുരി ലുഹാ അഗ്നിമയന്മാരെ നോക്കിൽ വിറച്ചിടുന്നു അവനെ മീശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു. മട്ടസിച്ച് പറയണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറ വരെ തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിന് ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ വിദഗ്ധത്തിന് വരുവാനിക്കുന്ന ഒരു ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്റെ അടിയാർക്കായി പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവ് എന്നേക്ക് ഞങ്ങളുടെ ദൈവമാണല്ലോ ഏത്രമുണ്ടാകലമോ പ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധനയുടെ സംഘത്തെ നീ വാഴ്ത്തേണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ ശിവശിയായ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധകൾ വായിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ പരിശ്രമിച്ച് സംബന്ധിക്കുന്നവരുടെ മേൽ സംബന്ധിക്കുവാനിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലൊന്ന് വന്നേക്കും ചെറിയപ്പെടുമാറാകട്ടെ. ദൈവത്തിനുയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടെ സഹദീന്മാർക്കും മൃതരിൽ കരുണയും ഉണ്ടാകാം. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവ് എന്നേക്ക് ഞങ്ങളുടെ ദൈവമാണല്ലോ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ ഞങ്ങൾ ഭക്ഷിച്ചു വന്ന അവിടുത്തെ തിരുശരീരവും ഞങ്ങൾ പാൻ ചെയ്ത് പുണ്യമുണ്ടാക്കുന്ന വിലയേറിയ അടുത്ത രക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളേവരുടെയും ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാമിക്കും നിന്നെ എല്ലാ സ്തുതി പാടും. കബറടഞ്ഞോന്നൽ ശരണം നീ മൃതർ തന്നോയപ്പും നീ തന്നെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്ദിക്കുന്നു. ഞങ്ങളെല്ലാവരെയും നീ ശക്തിപ്പെടുത്തി സഹായിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കണമേ. ഈ ആത്മീയ മേശയിൽ ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നതിനാൽ
ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരം ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോശുബ് വബുക്കുലസ് ബലവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പാർക്കുമോ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലവനിക്കുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ഞങ്ങൾക്ക് അനശ്വരഭക്ഷണമായി തീർന്ന സത്യപ്പമായ മിശിഹാതമ്പുരാനേ, കെടാത്ത നരകത്തിൽ നിന്നും ജാകാത്ത പഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരദേഹികളെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോശുബ് വബുക്കുലസ് ബലവൽമേ. ആമീൻ. ബാരേക്കുമോ. കർത്താവിൻ തിരുസഭയാതനകൾ പീഡകളേറ്റ കാലത്തതിനൂടെ സംരക്ഷകരായി വിളികൊണ്ടോരാം മാർയാക്കോബ് ബുർദാനാമാർ ദിവന്നാസ്യുസ്താദരെ ഓർക്കുന്നെങ്ങൾ. തലമുറകൾ തൻ വിശുദ്ധ ചരിതം കീർത്തിക്കുന്നു. എന്നായ്ക്കൾക്കിരയായോരാട്ടിൻ പറ്റത്തെ തൻ ത്യാഗം ദൈവിക സ്നേഹമതാൽ വീണ്ടോരാൻ താതർ പലവിധ ക്ലേശ പരീക്ഷകൾ വലയം ചെയ്യും സഭയെ കാത്തുപുലർത്താൻ നിങ്ങളുടെ നാഥനോടർത്ഥിക്കണമേ. മോചനമാചാര്യൻ മാർക്കേണം കരുണാബ്ധേ ജീവൻ പൂണ്ടൂർവാഴും പൂങ്കാവിൽ അവരെ മോദിപ്പിക്ക പിഴയെല്ലാം പോക്കി പ്രഭ ചേർക്കണമേ. വാത്സല്യ സഹോദരങ്ങളെ, പാവപരിഹാരം നൽകുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും വഴിയാത്ര ഭക്ഷണത്തോടും കൂടി പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്തെ സമാധാനത്തോട് പോകുകയും ദൂരസ്ഥന്മാരും സമീപസ്ഥരും മരിച്ചുപോയവരും ജീവനുള്ളവരും കർത്താവായ യേശുമിശിഹായുടെ ജയമുള്ള സ്ലീബ രക്ഷിക്കപ്പെട്ടവരും മാമോസ്രൂഷ്മാൽ മുദ്രവത്തപ്പെട്ടവരുമേ, പരിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും പാവങ്ങളെ മോചിക്കുകയും വിശ്വാസികളായ നിങ്ങളെ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ തന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. ഞാനോ ബലഹീനും ഭാവിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയുള്ള ആൾക്കാരോ ലഭിച്ച സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സംതൃപ്തരായി സമാധാനത്തോടെ പോകുകയും എന്നേക്ക് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടം സ്രോതലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പവും ഞങ്ങൾക്ക് തരണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഇന്ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് പ്രധാന കാർമ്മികത്വം നിർവഹിച്ച
മലങ്കര സഭയുടെ കോട്ടയം ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിവന്ദനായ ഡോക്ടർ യൂഹാനൻ മാർ ദിയസ്കോറോസ് തിരുമനസിനോടുള്ള ഭക്തി ആദരവുകൾ അറിയിക്കുന്നു. സഹകാർമ്മികരായിരുന്ന വന്യനായ ആഷ്പി അച്ഛനോടും CC കുര്യാക്കോസ് അച്ഛനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പരിശുദ്ധനായ പരമല തിരുമേനിയുടെ ഖബറിങ്കൽ ധൂപ പ്രാർത്ഥന നടത്തുന്നു. നീതിമാൻ പനപോലെ തുലർത്തിലുമേ ഹാലേലൂയ. വളരുമവല്ല മനോൻ കാരകിൽ പോൻ പോലെ ബ്രോവൽ റൂഹോ കാദീശം. ഒരു ബാലിംഗം മാർ ഗ്രിഗോറിയോസ് ഉണ്ട്. ഭാഗ്യം നീബിയർക്കും ഭാഗ്യം ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ പോലെ ബ്രോവൽ റൂഹോ കാദീശോ മശിഹ. മാബാസലിയോസ് ഗ്രിഗോറിയോസ് ദിവന്നാസിയോസ് ഹൽഗുണനിധികളെ സ്മൃതി ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും ഹാലേലുയ ഹാലേ ലുയാ. നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ല നിന്ദാസൻ ദാവീദിൻ മൂല നിൻപുത്ര പോലെ ബ്രവൽ റൂഹു കാദീശം. ശുദ്ധ്യാബേസ്കുദിശ ശ്വസിച്ചുള്ള നിർമ്മല മദ്ബഹായിൽ കർത്തൃ സ്നേഹ ഭംഗ്യാദൈവസുതാ നിന്നെ ശുശ്രൂഷിച്ചൊരു ആചാരീശ മശിഹാഗു ആകാശം ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളേവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ വിശുദ്ധ കുർബാനയിലും ധൂപ്രാർത്ഥനയിലും ഞങ്ങളോടൊപ്പം സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തിയിരിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ പരേതരായ വിശ്വാസരാത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായുള്ളവേ, ബലഹീനങ്ങളുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ഉന്നതമായ സിംഹാസനം കേൾക്കപ്പെടുന്നു അംഗീകരിക്കുന്നതുമായി തീരണം. ആബോവറുഹോക്കാദീശോശക്കുലസ്വാലമീൻ.
പെട്ടെന്ന് വരണമെന്ന്